പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെന്നൈ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽ മത്സരമാണ്. ഡൽഹി ക്യാപിറ്റൽസിനെ കോമ്പറ്റന്റ് ആയ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുള്ള മത്സരത്തിൽ ചെന്നൈ ഡൽഹിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. 155 റൺസ് ആണ് ഡൽഹി ആദ്യ ഇന്നിങ്സിൽ നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. 17.3 ഓവറിൽ ഒരു മികച്ച വിജയം കരസ്ഥമാക്കി. ചെന്നൈയെ ബാറ്റിങ്ങിൽ മുന്നിൽ നിന്ന് പടം നയിച്ച മലയാളി താരം സഞ്ജു വി സാംസൺ, നമ്മുടെ ചേട്ടൻ, 52 ബോളിന് 87 റൺസോട് കൂടി മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ 31 ബോളിൽ 41 എടുത്ത കാർത്തിക് ശർമ്മയും മികച്ച പിന്തുണ സഞ്ജുവിനെ കൊടുത്തു. 9 ബോളിൽ 17 എടുത്ത ഉർവി പട്ടേലും മോശമാക്കിയില്ല. പിന്നെ 13 ബോളിൽ 6 റൺസ് എടുത്ത ഗെയ്ക്വാദ് ക്യാപ്റ്റൻ നേരത്തെ പുറത്തായി. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളും ഗെയ്ക്വാദ് നല്ല പ്രകടനം കാഴ്ചവെച്ചു സഞ്ജു വാങ്ങിയപ്പോൾ. ഓക്കെ, അത് ആലോചിക്കണം. നമ്മൾ ഡൽഹിയുടെ സൈഡിൽ 24 ബോളിൽ 40 റൺസ് 41 റൺസ് എടുത്ത റിസ്വി മാത്രമാണ് മികച്ചു വരുന്നത്. 13 റൺസ് അങ്ങോട്ടാണ്. 13 റൺസ് കെ എൽ രാഹുൽ, അതും 13 ബോളിൽ അങ്ങോട്ട്. 15 ബോളിൽ 10 പാകിസ്ഥാൻ. അപ്പനെ ആലോചിക്കാമല്ലോ ആ പിച്ച് ഏത് ലെവലിലായിരുന്നു. ഈ ടോസ് കിട്ടി അക്ഷർ പട്ടേൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കാരണം ഈ ഗ്രൗണ്ടിലാണ് ഈ IPL ഏറ്റവും വലിയ സ്കോർ പറഞ്ഞതും ഏറ്റവും വലിയ സ്കോർ ചേസ് ചെയ്ത് ജയിച്ചതും. പഞ്ചാബ് ആയിട്ടുള്ള മത്സരം ഓർമ്മയുണ്ടാവും. കെ എൽ രാഹുൽ 150 റൺസും നിതീഷ് റാണ 90 റൺസൊക്കെ എടുത്തത്. ബോളർമാർക്ക് ഒരു വിലയും കൊടുക്കാത്തൊരു പിച്ചായിരുന്നു. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു ഡൽഹി 263 എടുക്കുന്നു. പഞ്ചാബ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. പ്രഭ് സിമ്രനും പിന്നെ പ്രിയം ഷാലിയും കൂടിയിട്ടുള്ള വെടിക്കെട്ട് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്. പിന്നാലെ വന്ന കൊന്നോളിയും പിന്നെ ശ്രേയസ് അയ്യരും കൂടിയിട്ട് അവരുടെ വക വെടിക്കെട്ട് പ്രകടനം. കരുൺ നായർ ശ്രേയസിൻ്റെ 2 ക്യാച്ച് കളഞ്ഞത് ഓർമ്മയുണ്ടോ? 2 ക്യാച്ച് കളഞ്ഞത്. ഓക്കെ, ആ മത്സരത്തിൽ ചേസ് ചെയ്ത് 263 ചേസ് ചെയ്ത് ജയിച്ച ഒരു ഗ്രൗണ്ടാണിത്, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അത് കാരണമായിരിക്കാം അക്ഷർ പട്ടേൽ ടോസ് കിട്ടിയ ഉടനെ വേറെ നോക്കാതെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. പക്ഷെ പാളി. വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇതേ സെയിം ഗ്രൗണ്ടിലാണ് ഈ ഡൽഹി ആദ്യം ബാറ്റ് ചെയ്തിട്ട് വെറും 75 റൺസിന് ഓൾ ഔട്ടായത്. ആരായിട്ട്? RCB ആയിട്ട്. RCB രണ്ടാമത് ബാറ്റ് ചെയ്ത് 1 വിക്കറ്റ് നഷ്ടത്തിൽ 7 ഓവറിൽ 6 ഓവറിലാണ്ട് അവർ കളി തീർത്തു. കോഹ്ലിയൊക്കെ അടിച്ച് മന്ത്രാക്കിയിട്ട്. ഇപ്പം ഈ ഒരു അരുൺ ജെയ്റ്റ്ലി ഏത് പിച്ചാണെന്നറിയില്ല. പക്ഷേ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏത് പിച്ചിലാണ് അവർ കളിച്ചെന്നറിയില്ല. പിച്ച് നമ്പർ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് പിച്ചിലാണ് കളിച്ചറിയില്ല. പക്ഷേ ഈ ഗ്രൗണ്ട് ഒരു മിസ്റ്ററി ഗ്രൗണ്ട് പോലെ എനിക്ക് തോന്നുന്നത്. 263 ഒരു കളി എടുക്കുന്നു, അത് 264 അടിച്ച് ജയിക്കുന്നു. അടുത്ത കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി 75 ഓൾ ഔട്ട് ആവുന്നു. 76 റൺസ് എടുത്തിട്ട് സിമ്പിളായിട്ട് ജയിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ടോസ് കിട്ടിയ ഡൽഹി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ആ തീരുമാനത്തെ ഒരിക്കലും അനുകൂലിക്കാത്ത ലെവലിലാണ് അവർ ബാറ്റിംഗ് തുടങ്ങിയത്. മനസ്സിലാക്കുമല്ലോ. 15 ബോളിന് 10 പാർട്ടി സംഘം എടുത്തത്. പിന്നെ 13 ബോളിന് 13 റൺസ് കൊണ്ടാണ് KL രാഹുൽ എടുത്തത്. അപ്പം മനസ്സിലാക്കുമല്ലോ ആ പിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അഖിൽ ഹുസൈനും നൂർ അഹമ്മദും കൂടിയിട്ട് അവരെന്നെ വരിഞ്ഞ് മുറുക്കി. അഖിൽ ഹുസൈൻ 1 വിക്കറ്റ് എടുത്തു, നൂർ അഹമ്മദ് 2 വിക്കറ്റ് എടുത്തു. അങ്ങനെ വരിഞ്ഞ് മുറുക്കിയവർ. ഓവർട്ടൺ 1 വിക്കറ്റ് എടുത്തു. അങ്ങനെ ഒരിക്കലും അവരെന്നെ ഇളകാത്ത രീതിയിൽ അവരെ പിടിച്ച് കെട്ടി 155 റൺസിനെ ഒതുക്കിയിട്ടു. ഞാൻ വിചാരിച്ചു മിച്ചർ സ്റ്റാർക്കൊക്കെ ഉണ്ട്. മിച്ചർ സ്റ്റാർക്ക് ആദ്യ കളിയിൽ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. അത് കാരണം കൊണ്ട് എന്തായാലും സഞ്ജുവിനൊരു ഭീഷണിയാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നത്. പക്ഷേ ഡ്യൂ ഫാക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളർമാരുടെ കയ്യിൽ പന്ത് ഗ്രിപ്പ് കിട്ടില്ല, സ്ലിപ്പായി പോവും ആയിരിക്കണം. ബാറ്റിംഗ് അഡ്വാൻറ്റേജ് സെക്കൻഡ് ഇന്നിങ്സിൽ കിട്ടി. സഞ്ജു ഒന്ന് കരുതിയിട്ട് അവൻ കളിച്ചിട്ടുണ്ടാവാം. 52 ബോളിന് 87 റൺസ്, 6 സിക്സും 7 ബോളും. ഉർവി പട്ടേൽ മോശമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. അവസാനം കാർത്തിക് ശർമ്മയും സപ്പോർട്ട് കൊടുത്തു. ഈ ഉർവി പട്ടേലും കാർത്തിക് ശർമ്മയും കൊണ്ട് 14 കോടിക്കുള്ള മുതലുകൾ. ആ 14 28 കോടിക്കുള്ള മുതലുകളുടെ പ്രകടനം അവരിപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും വിലപ്പെട്ട 2 പോയിന്റ് കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയിട്ടുണ്ട്. അവരിപ്പോൾ 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 10 കളിയിൽ നിന്ന് 10 പോയിന്റ്, 5 ജയം 5 തോൽവി. 10 കളിയിൽ നിന്ന് 10 പോയിന്റ്. ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മേലെയുള്ളത് ഗുജറാത്താണ് 12 പോയിന്റ്. അതിൻ്റെ മേലെയുള്ളത് രാജസ്ഥാനാണ് 12 പോയിന്റ്. അതിൻ്റെയും മേലെയുള്ളത് 3ാം സ്ഥാനക്കാർ എനിക്ക് തോന്നുന്നു സൺറൈസേഴ്സ് 12 പോയിന്റ്. അതിൻ്റെയും മേലെയുള്ള 2ാം സ്ഥാനക്കാർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ RCB 12 പോയിന്റ്. അപ്പോൾ 5, 4, 3, 2 ഈ 4 സ്ഥാനക്കാർ 12 പോയിന്റാണ്. അപ്പോൾ ചെന്നൈക്ക് ഇനിയും സാധ്യതയുണ്ട്. ഇനിയുള്ള മത്സരങ്ങളൊക്കെ മാക്സിമം ജയിക്കാൻ നോക്കുക. വൻ മാർജിൻ ജയിക്കാത്തെങ്കിൽ നെറ്റ് റൺ റേറ്റും അതിനനുസരിച്ച് കൂടും. എനിവേ നമ്മുടെ ചേട്ടനാണ് മാൻ ഓഫ് ദ മാച്ച്. 52 ബോളിന് 87 റൺസ് പ്രകടനത്തോടുകൂടി ബാറ്റിങ്ങിൽ ചെന്നൈയെ
ബാറ്റിങ്ങിൽ ചെന്നൈയെ മുന്നോട്ട് നയിച്ചു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടി. ചെന്നൈ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ പ്രകടനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ചേട്ടൻ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ ഡെലിവർ ചെയ്യണം. ചേട്ടൻ മര്യാദയ്ക്ക് ഡെലിവറി ചെയ്താലേ കളി ജയിക്കുന്ന അവസ്ഥ. ഇപ്പോൾ എന്തപ്പോൾ ചെയ്യുക?